കൈകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ച ശൈഖാണ് ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുന എന്ത് ചെയ്യാണ്, കൈകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പിടിച്ചത് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, വെള്ളം ഇങ്ങനെ ചാടണു, കൈ ഇങ്ങനെ കേൾക്കണു. സോപ്പ് ആവശ്യം വന്നപ്പോ സോപ്പ് അവിടെ കെട്ടി തൂക്കിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്ത് മൂക്ക് വല്ല ഇങ്ങനെ ആട്ടി. അപ്പൊ എന്ത് ചെയ്തു, അതിനുള്ള സോപ്പും ആവശ്യത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും കിട്ടാത്ത കഴിവ്, ഒരു കറാമത്ത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ, യാദൃശികമായിട്ട് കാണാനിടയായപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ പല പണ്ഡിതന്മാരും തോന്നിയ വിധത്തിൽ കറാമത്ത് കാണിക്കാൻ പറ്റുന്ന വ്യക്തികളാ. ഏറ്റവും കൂടുതൽ കറാമത്തുള്ള ഇഷ്ടദാസന്മാര് കേരളത്തിലാണ്. അപ്പൊ ഈ വീഡിയോ നമുക്കൊന്ന് മുഴുവനായിട്ട് കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചൊരു മഹാനായി തീരുമ്പോൾ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അറബിക്കടൽ കയറി വരുന്ന സമയത്ത്, തിരമ്പി വരുന്ന സമയത്ത് അറബിക്കടലിനെ പോലും തന്റെ അറബിക്കടലിനെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് നിൽക്കവിടെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രവാചകന്മാർക്ക് പോലും കിട്ടാത്ത ഓരോ കഴിവുകളാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്യക്തികളുടെ പേരിൽ കെട്ടിവെക്കുന്നത് എന്നുള്ളതാ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടെ? അതാണ് റസൂൽ ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. അപ്പോ ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇവരൊന്ന് ഉത്തരം പറയണം. സഹാബത്ത്, 4 ഖലീഫമാര് എപ്പോഴെങ്കിലും ഒരു തവണ വേണ്ട, കടല് വേണ്ട, ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട്, ചെറിയുള്ള ഭാഗത്ത് ഒഴിച്ചിട്ട് ആ വരുന്ന വെള്ളത്തിനെ നിൽക്കവിടെ എന്ന് പറഞ്ഞ് ഒരു വിരൽ കൊണ്ട് നിർത്തി, അല്ലെങ്കിൽ 5 വിരൽ കൊണ്ട് നിർത്തിയത്. നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു നിർത്തണം, അല്ലാതെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിർത്തുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കാണിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അവരെക്കാൾ കഴിവ് ഇവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ ബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. അടുത്ത കറാമത്ത്, ഒരു കല്യാണത്തിന് പോയി മടവൂരി ശൈഖുന. ബാക്കി കേട്ടോളി. ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങി കേട്ടോളേ. കൈ കഴുകാൻ വേണ്ടി ചെന്നപ്പോൾ വെള്ളം വെച്ചിട്ടില്ല. പുറത്ത് ചെന്ന് നോക്കുമ്പോ വെള്ളം വെച്ചിട്ടില്ല, കൈ കഴുകാൻ വെള്ളമില്ല. ഇനി എന്ത് ചെയ്യും? കേട്ടോളിട്ടോ. ഇനിയാണ് അത്യപൂർവമായ ഒരു കറാമത്ത് ഇവിടെ വന്നു പോകുന്നത്. എന്താ ശൈഖുന ചെയ്തത്? സാക്ഷികൾ എന്നുമുണ്ട്. എന്താണ് ശൈഖുന ചെയ്തത്? കണ്ടോളി. വലത് കൈ ആ കൈയിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. കൈകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ച ശൈഖാണ്. ഇടത് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എങ്ങനെ? ഫോൺ വിടാക്കട്ടെ. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ ചാടുമ്പോ ഇങ്ങനെ എന്ത് ചെയ്യാ? കേൾക്കി. ബാക്കി പറയാം, ആസനി പറയട്ടെ. ആ കൈയിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. ആ കൈയിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് ശൈഖുനാന്റെ കൈ കഴുകി വൃത്തിയാക്കി. ബാക്കി പറയും. കൈകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ച ശൈഖാണ് ശൈഖുൽ മശായിഖ് മടവൂരി ശൈഖുന. മടവൂർ ശൈഖുന എന്ത് ചെയ്യാണ്, കൈകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പിടിച്ചത് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, വെള്ളം ഇങ്ങനെ ചാടണു, കൈ ഇങ്ങനെ കേൾക്കണു. സോപ്പ് ആവശ്യം വന്നപ്പോ സോപ്പ് അവിടെ കെട്ടി തൂക്കിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്ത് മൂക്ക് വല്ല ഇങ്ങനെ ആട്ടി. അപ്പൊ എന്ത് ചെയ്തു, അതിനുള്ള സോപ്പും ആവശ്യത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. കേട്ടില്ലേ? ഇങ്ങനെയുള്ള വിശ്വാസങ്ങള് ആളുകളെ വഞ്ചിച്ച് എങ്ങനെയും 10 രൂപ ഉണ്ടാക്കണം എന്നല്ലാതെ വേറൊരു വിശ്വാസം ഒരിക്കില്ല. ഇവര് ഏതെങ്കിലും ഒന്നും വേണ്ട, ഒരു ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയോ? ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു ഹദീസ് കോലം പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റുമോ? ആരോടൊക്കെ പറയാ? ഈ സമസ്തക്കാർക്ക് എന്നാണ് ഇനി ബോധം വെക്കുക എന്നുള്ളതാ. സമസ്തക്കാരെ മൊത്തത്തിൽ പറയേണ്ടി വരുന്നത് എന്താ വെച്ചാല്, കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ട്, അദ്ദേഹം ഒരു ത്വരീഖത്തിന്റെ ആളാ. ഈ ത്വരീഖത്തിന്റെ ആള് പറയാണ്, അയാൾക്ക് ഒരു 5 or 6 ബ്ലോക്ക് ശരീരത്തിൽ വന്നിട്ട് അഡ്മിറ്റ് ആവുക, മഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ യാ ഷെയ്ഖ്, യാ മുഹയ്യദ്ദീൻ, അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ബദരീങ്ങളൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചായപ്പോൾ അയാൾ കട്ടിൽ വന്ന് ഇങ്ങനെ ആ അഡ്മിറ്റ് ആയ കട്ടിൽ വന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ താവും. ഇങ്ങനെ പൊങ്ങും താവും. അപ്പൊ നഴ്സുമാരാകെ ബേജാറായി, ഇതെന്താ സംഭവം? അങ്ങനെ നഴ്സുമാരോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റുകളൊന്ന് വെയിറ്റ് ചെയ്യും, പിന്നെ കാര്യം തീരുമാനാക്കാം. ഇങ്ങനെ എന്ത് ചെയ്യാണ്,
ആ കാര്യം തീരുമാനമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്തപ്പോ ഒരൊറ്റ ബ്ലോക്കും ഇല്ല. എങ്ങനെ ഇരിക്കണ്? എന്നാ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ മരമൊയന്താണ് ഇത് പറയുമ്പോ ഈ ഹോസ്പിറ്റലിലേക്ക് ഇത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് തന്നെ വരാൻ പാടില്ലല്ലോ ഈ ശരീരത്തിൽ ഉണ്ടോ? ആ വ്യക്തി തന്നെ പിറ്റേ ദിവസം എന്നോട് പറയാണ് കോഴിക്കോട് പോയി വന്നിട്ട് ജലദോഷം പിടിച്ച് അക തലവേദനിച്ചിട്ട് വയ്യാന്ന്. എങ്ങനെ ഇരിക്കണേ? ഇതാണ് ഇവരെ കറാമത്ത് എന്ന് പറഞ്ഞാല്. കറാമത്ത് പറയുമ്പോ മാത്രം ഉണ്ടായാൽ പോരാ, ആ മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ ഒരു അസുഖം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടോ? 7 ബ്ലോക്ക്, 4 പൊങ്കലും. യാ ഷെയ്ഖ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഷെയ്ഖ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞാണ്ട് നീട്ടി വലിച്ചാല്, ഞാൻ അവരെ പരിഹസിക്കല്ലോ കേട്ടോ, എന്ന് പറഞ്ഞ് നീട്ടി വലിക്കുമ്പോ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അയാള് ഒരു ദിവസം വിളിക്കുന്നുണ്ടാവും. പിന്നെ ആ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകാൻ പാടുണ്ടോ? അയാളെ മുഖത്തൂടെയൊക്കെ ചൊറിയുണ്ട്, കൈമേലൊക്കെ എന്തൊക്കെ പൊന്തിയിട്ടുണ്ട്, ഇതൊക്കെ അയാളുടെ ശരീരത്തിലുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എന്നോട് പറയണേ ഈ അസുഖങ്ങളൊക്കെ ഉള്ള ഒന്ന് കോഴിക്കോട് പോയപ്പോ വന്നപ്പോ ജലദോഷം പിടിച്ചിട്ട് മൂക്ക് വലിച്ചണ ഈ മനുഷ്യൻ എന്നോട് പറയണേ എന്റെ കയ്യുമുള്ള മുറി മാറാൻ എന്റെ കറാമത്ത് മതിയെന്ന്. എങ്ങനെ ഇരിക്കണ്? ഈ സമസ്തക്കാർക്ക് ഒരു 100 ത്വരീക്കത്താ, ഒരു ത്വരീക്കത്തും മറ്റൊരു ത്വരീക്കത്തിനെ അംഗീകരിക്കണമില്ല. എന്നിട്ട് ഇവര് വഹാബികൾ അങ്ങനെയാണ്, മറ്റോൾ ഇങ്ങനെയാണ്, മറ്റോൾ ഇങ്ങനെയാണ് പറഞ്ഞ് നടക്കും. ഇവർക്ക് 100 ത്വരീക്കത്തും 100 വിഭാഗമാണ് ശരിക്ക്. എന്നിട്ട് ഒരു ത്വരീക്കത്തും മറ്റൊരു ത്വരീക്കത്തിനെ അംഗീകരിക്കൂല. ഇപ്പോ നൗഷാദ് ഹസനിനെ അംഗീകരിക്കുന്ന ഈക്കക്കാരുണ്ടോ? AP-ക്കാരുണ്ടോ? ഇല്ല. AP-ക്കാരെ അകത്തളത്തുനിന്ന് പഠിച്ചിട്ടാണ് നൗഷാദ് ഈ കോലത്തിലായത്. എന്നിട്ട് മടവൂര് എന്ത് ചെയ്യാണ്? കൈ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ അവിടെ. ഞാൻ അറിഞ്ഞെടുത്തോളം എന്താ ഉണ്ടായതെന്ന് വെച്ചാല് വെള്ളം കെട്ടി ചാടിയിട്ട് ആ കല്യാണ പന്തലാകെ ചളി പിളിയായിന്നാ. പിന്നെ അതിൽ നടക്കാൻ പറ്റാതായി. ഈ ജാതി കറാമത്തൊക്കെ കേൾക്കുമ്പോ ഒരു മനുഷ്യന് നോർമലായി ചെറിയൊരു ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിക്ക് ചിന്തിച്ചാൽ അറിയും ഇതൊക്കെ പച്ചക്കളവാണെന്നുള്ളത്. എന്നിട്ട് ഇതിനൊക്കെ പൈസ കൊടുക്കാനും പിരിക്കാനും, ഇത് പിരിവ് പൈസ പിരിവ് പൈസ, ഇവരെ വയറിങ്ങനെ നിറക്കാനായിട്ട് ഒരു തലയിക്കെട്ടും കെട്ടി നടക്കുക. അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരൂല. കാരണം എന്താ പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമായ മനുഷ്യന്മാർക്ക് ഈ കറാമത്തൊക്കെ എന്താന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം.